മുണ്ടക്കയം, കോരുത്തോട്, എരുമേലി പഞ്ചായത്തുകളിൽ ഹിൽമെന്റ് സെറ്റിൽമെന്റിൽപ്പെട്ട കൃഷിക്കാരുടെ കൈവശ ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തുന്നതിനായി കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പട്ടയം നൽകുന്നതിനുള്ള പ്രാഥമിക നടപടികളായ വസ്തുക്കൾ അളന്നു തിരിച്ച് സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് എത്തിയതായിരുന്നു ജില്ലാ കളക്ടറും MLAയും. ഈ പ്രദേശങ്ങളിലെ 10,000-ഓളം ചെറുകിട കർഷകർക്കാണ് വർഷങ്ങളായി പട്ടയം ലഭിക്കുവാനുള്ളത്. പുഞ്ചവയൽ, കുളമാക്കൽ, മുരിക്കുംവയൽ, പ്ലാക്കപ്പടി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കളക്ടറും MLAയും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സർവേ നടപടികൾ വിലയിരുത്തി. ഒന്നാം ഘട്ട പട്ടയമേളയിൽ 500-ൽ കുറയാത്ത ആളുകൾക്ക് പട്ടയം നൽകിക്കൊണ്ട് ഏപ്രിൽ 15-ന് നടത്തത്തക്ക വിധം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് MLAയും ജില്ലാ കളക്ടറും അറിയിച്ചു. വടക്ക്, എരുമേലി, തെക്ക്, കോരുത്തോട് വില്ലേജുകളിലായി ഏതാണ്ട് 7,000-നും 10,000-നും ഇടയിൽ പട്ടയാപേക്ഷകൾ ഹിൽമെന്റ് സെറ്റിൽമെൻറ്റിൽപ്പെട്ടിരുന്നത് വർഷങ്ങളായി പട്ടയം ലഭിക്കാതെ കൈവശ കൃഷിക്കാർ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ വലിയ ദുരിതത്തിലായിരുന്നു. ഞാൻ MLA എന്നുള്ള നിലയിൽ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഏറ്റവും അനുകൂലമായ ഒരു ഇടപെടലിൻ്റെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ പട്ടയ നടപടികൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു തടസ്സം നിന്നിരുന്ന വനം വകുപ്പിൻ്റെ തടസ്സവാദങ്ങളായിരുന്നു. ആ തടസ്സവാദങ്ങളൊക്കെ പരിഹരിക്കാനും നമുക്ക് നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് പട്ടയ നടപടികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ഉള്ള അനുകൂല സാഹചര്യം ഉണ്ടായത് നമ്മുടെ സ്പെഷ്യൽ ഓഫീസ് വലിയ പ്രയാസത്തിലൂടെ പോകുന്ന ആ സന്ദർഭത്തിലും 17 പുതിയ തസ്തികകൾ അനുവദിച്ച് സ്പെഷ്യൽ ഓഫീസ് ഗവൺമെൻറ് അനുവദിച്ചു എന്നുള്ളതാണ് ഈ പട്ടയ നടപടികൾ ഊർജിതമാകാനും സമയബന്ധിതമായി നടക്കുമെന്ന് ഉറപ്പുവരാനും ഏറ്റവും അനുകൂലമായ സാഹചര്യമുണ്ടായത്. സ്പെഷ്യൽ ഓഫീസ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി 1.5 മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അതേ തുടർന്ന് ഇപ്പോൾ സർവേ നടപടികൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയത്ത് ആരംഭിച്ച സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് മുഖേനയാണ് മേഖലയിലെ പട്ടയ നടപടികൾ പുരോഗമിക്കുന്നത്. തഹസിൽദാർ ഉൾപ്പെടെ 17 ജീവനക്കാരാണ് പട്ടയ നടപടികൾക്കായി പ്രത്യേകമായി നിയമിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ ഉഷ ബിന്ദുമോൾ, സ്പെഷ്യൽ തഹസിൽദാർ യാസീൻ ഖാൻ, ഡെപ്യൂട്ടി തഹസിൽദാർ സനിൽകുമാർ തുടങ്ങിയവർ MLAയ്ക്കും കളക്ടർക്കും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.